മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ യൂട്യൂബ് പരമ്പരയുടെ 142ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. ഹോമിയോപ്പതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ഔഷധമാണ്. അതേസമയം വളരെ സുപ്രധാനമായ ഒരു ഔഷധം കൂടിയാണ് നക്സൊമിക്ക. പലപ്പോഴും മറ്റ് ചികിത്സകളൊക്കെ തേടിയ ശേഷം വരുന്നവരെ ഹോമിയോപ്പതിയിലേക്ക് സ്വീകരിക്കുന്നത് തന്നെ ഒരു ഡോസ് നക്സ് കൊടുത്തുകൊണ്ടായിരിക്കും. എന്നിരുന്നാലും നക്സൊമിക്ക എന്ന ഔഷധത്തെക്കുറിച്ച് പൊതുവെ അറിയാവുന്ന പല കാര്യങ്ങൾക്കും അപ്പുറമുള്ള നിരവധി ഉൾക്കാഴ്ചകൾ കെൻ്റ് ഇതിലൂടെ തരുന്നുണ്ട്. വ്യക്തിപരമായി എനിക്കും വളരെയധികം ബന്ധമുള്ള ഒരു ഔഷധമാണ് നക്സ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വന്തം ചികിത്സയിൽ സൾഫർ ഞാൻ കണ്ടെത്തിയതുപോലെ മറ്റൊരു വ്യക്തിയുടെ കേസ് വിശദമായിട്ട് പഠിച്ച് റെപ്പർട്ടറൈസ് ചെയ്ത് ഒരു ഔഷധം കണ്ടെത്തിയത് നക്സൊമിക്കയായിരുന്നു. രോഗി അവർ ചികിത്സ തേടിയിരുന്നത് തൈറോയ്ഡ് ക്യാൻസറിനായിരുന്നു. തൈറോയ്ഡ് ക്യാൻസറിന് നക്സൊമിക്ക കൊടുക്കാമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് അന്ന് കിട്ടിയത് നക്സാണ്. ഒരു ഡോസ് 3 മാസം കഴിഞ്ഞ് ഒരു ഡോസ് 200. അവർ പിന്നീട് മരിക്കുന്നവരെ യാതൊരു പ്രശ്നവും അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങൾക്കുണ്ടായിരുന്നില്ല. നക്സൊക്കെ എന്തിനാണ് കൂടുതൽ ഇനി പഠിക്കുന്നത്, അതിനെക്കുറിച്ച് എന്തിനാണ് അറിയുന്നത്, അതിനെക്കുറിച്ച് ഇനി എന്തറിയാനിരിക്കുന്നു എന്നൊരു ചിന്ത പലർക്കും തോന്നാം. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ അറിഞ്ഞതിനപ്പുറം ഒത്തിരി കാര്യങ്ങൾ കെൻ്റ് അദ്ദേഹത്തിൻ്റെ ഈ ലെക്ചറിൽ പറയുന്നുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നക്സിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു പൊതു സ്വഭാവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കെൻ്റ് ഈ ലെക്ചർ ആരംഭിക്കുന്നത്. എവരിവെയർ ഇൻ ദിസ് റെമഡി we observe the striking oversensitiveness of the patient. ഓവർസെൻസിറ്റീവ്നെസ് പലതിലും ഉണ്ട്, സെൻസിറ്റീവ്നെസ് ഉണ്ട്. അതിൻ്റെ സ്ട്രൈക്കിംഗ് ഫീച്ചറാണ് ഇവിടെ. ഓവർസെൻസിറ്റീവ്നെസ് ഒരു സ്ട്രൈക്കിംഗ് ഫീച്ചറായിട്ട് ഇവിടെ വരുന്നു. ഇറ്റ് ഈസ് ബ്രോട്ട് ഔട്ട് ഇൻ ഓൾ ദ സിംറ്റംസ്. എല്ലാ ലക്ഷണങ്ങളിലും അത് വരും. ഓവർസെൻസിറ്റീവ്നെസ് എന്നുള്ള ഒരു ഒറ്റ ആ ഒരു ആസ്പെക്റ്റിനപ്പുറം എല്ലാ ലക്ഷണങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് ഓവർസെൻസിറ്റീവ്നെസ് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട്, വളരെ ശ്രദ്ധേയമായിട്ട് വരുന്നു. ഇറിറ്റബിൾ, ഓവർസെൻസിറ്റീവ് ടു നോയ്സ്, ടു ലൈറ്റ്, ടു ദ ലീസ്റ്റ് കറണ്ട് ഓഫ് എയർ, ടു ഹിസ് സറൗണ്ടിങ്സ്, extremely touchy in regard to his food, many kinds of food disturb, strong foods disturb, he is aggravated by meat, craves stimulants, pungent, bitter, succulent things, something to brace him up. സുദീർഘമായ ഈ ഒരു വാചകത്തിൽ നക്സൊമിക്കയുടെ ആ ഒരു ഓവർ സെൻസിറ്റീവ്നെസ്, ആ ഒരു മനോഭാവം, വയറിൻ്റെ സ്ഥിതി, അങ്ങനെ അതിൻ്റെ പൊതു അവസ്ഥയെക്കുറിച്ചുള്ളൊരു ചിത്രം ഈ ഒറ്റ സെൻറ്റൻസിൽ വരുന്നുണ്ട്. ഇറിറ്റബിളാണ്, ശബ്ദത്തോടും പ്രകാശത്തോടും വളരെ ചെറിയ വായുപ്രവാഹത്തോടും സെൻസിറ്റീവാണ്, പരിസരങ്ങളോട് സെൻസിറ്റീവാണ്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ ടച്ചിയാണ്. ടച്ച് എന്ന് വെച്ചാൽ ഒരുവിധപ്പെട്ട എന്ത് ഭക്ഷണം കഴിച്ചാലും വയറായ കുഴപ്പത്തിലാവും. അതാണ് ടച്ച് എന്ന് പറയുന്നത്. മെനി കൈൻഡ്സ് ഓഫ് ഫുഡ്സ് ഡിസ്റ്റർബ്, സ്ട്രോങ് ഫുഡ്സ് ഡിസ്റ്റർബ്, രൂക്ഷ സ്വഭാവമുള്ള ഭക്ഷ്യവസ്തുക്കൾ വയറ് കുഴപ്പമുണ്ടാക്കും. അതേസമയം അതിനോട് താല്പര്യമുണ്ട്. ഹീസ് അഗ്രിവേറ്റഡ് ബൈ മീറ്റ്, മാംസം കഴിച്ചാൽ പ്രശ്നം. ഒരു പാശ്ചാത്യ രാജ്യങ്ങളിലൊരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ മാംസം കഴിച്ചാൽ അസുഖങ്ങൾ വർദ്ധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിക്കാൻ വലിയ പാടാണ്, പ്രത്യേകിച്ച് വിൻ്റർ കാലഘട്ടത്തിലൊക്കെ. ക്രേവ് സ്റ്റിമുലൻസ്, ലഹരി പദാർത്ഥങ്ങളോടുള്ളൊരു ക്രേവിങ്. പഞ്ചൻറ്റ്, ബിറ്റർ, സക്കുലൻ തിങ്സ്, സംതിങ് ടു ബ്രേസ് ഹിം അപ്പ്. പഞ്ചൻ തിങ്സ് എന്ന് വെച്ചാൽ വളരെ രൂക്ഷമായ സാധനങ്ങൾ തന്നെ. ഇപ്പം മുളക് പോലുള്ള സാധനങ്ങൾ, ചില ആളുകളില്ലേ
മുളക് തീറ്റക്കാർ മുളക് വെറുതെ എടുത്ത് തിന്നും. ബിറ്റർ കയ്പുള്ള സാധനങ്ങളോട്. സക്കുലൻറ്റ് തിങ്സ് തന്നെ നേരെ ഒരു ഓപ്പോസിറ്റാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രുചികരമായിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അതിനോടും താല്പര്യമുണ്ട്. സംതിങ് ടു ബ്രേസിങ് അപ്പ്. ആൾക്കൊരു ഉത്തേജനം കിട്ടണം. ഭക്ഷണത്തിൻ്റെയും പാനീയത്തിൻ്റെയും തിരഞ്ഞെടുപ്പിൽ ഒരു ഫാക്ടറായിട്ട് വരുന്നത് അതുകൊണ്ട് തനിക്കൊരു ഉത്തേജനം കിട്ടണം. ഭക്ഷണത്തിൻ്റെ പർപ്പസ് അതല്ല, ശരീരത്തിന് പോഷണം കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഈ നെക്സ്റ്റ് പേഷ്യൻറ്റിൻ്റെ ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള പർപ്പസ് എന്ന് വെച്ചാൽ അയാൾക്കൊരു ഉത്തേജനം കിട്ടുക എന്നുള്ളത്. ഓവർ സെൻസിറ്റീവ് ടു മെഡിസിൻസ്. ഔഷധങ്ങളോട് ഓവർ സെൻസിറ്റീവ്നെസ്. വൺ റീസൺ വൈ ദർ ആർ സോ മെനി നെക്സ്റ്റ് പേഷ്യൻസ് ഈസ് ബിക്കോസ് പീപ്പിൾ ഹാവ് ബീൻ ഓവർ ഡ്രഗ്ഡ് ബൈ ദ ഓൾഡ് സ്കൂൾ. പഴയ ചികിത്സാരീതി, അതായത് അലോപ്പതി ചികിത്സാരീതി കൊണ്ട് അമിതമായിട്ട് മരുന്നുകൾ അടിച്ചേൽപ്പിച്ച ധാരാളം രോഗികൾ, അതുവഴി ഓവർ സെൻസിറ്റീവായ രോഗികൾ ധാരാളം സമൂഹത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് സമൂഹത്തിൽ നെക്സ്റ്റ് പേഷ്യൻസിൻ്റെ എണ്ണം കൂടാൻ കാരണം. When a patient comes from the old school and bad prescribing, having had stimulants and tonics to brace him up, wine and stimulants of all sorts, it is sometimes impossible to get reliable symptoms. അപ്പോൾ ധാരാളം മരുന്നുകൾ കഴിച്ച് ഓവർ ഡ്രഗിങ് നടന്നു, അയാൾക്ക് ഉത്തേജനം കൊടുക്കാൻ വേണ്ടി ടോണിക്കുകൾ കൊടുത്തു, പലതരം ഭക്ഷ്യപദാർത്ഥങ്ങൾ കൊടുത്തു. ഇപ്പോഴൊക്കെയാണെങ്കിൽ അങ്ങനെയുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, പ്രോട്ടീൻ ഫുഡ്, അങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങൾ, ഉത്തേജിപ്പിക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ കഴിച്ച് ആകെ കുളമായി എന്ന് പറയുന്ന തരത്തിലുള്ള കേസുകൾ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഗെറ്റ് റിലയബിൾ സിംറ്റംസ്. ലക്ഷണങ്ങൾ കിട്ടും, അയാൾ ലക്ഷണങ്ങൾ കാണിക്കും, പക്ഷെ അത് റിലയബിൾ ആകണമെന്നില്ല. നമുക്ക് ആ ലക്ഷണങ്ങളെ ആശ്രയിക്കാൻ പറ്റുന്നില്ല. അത് അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രതിഫലിപ്പിക്കുന്ന ലക്ഷണങ്ങളാകണമെന്നില്ല. അപ്പോൾ അത് വെച്ചൊരു ഔഷധം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഹീലിംഗ് നടക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആ കപടമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ആ ലക്ഷണങ്ങളെ മാറ്റണം. അതുകൊണ്ടാണ് നെക്സിൻ്റെ പ്രയോഗം വരുന്നത്. ടു ഗെറ്റ് ദ പേഷ്യൻറ്റ് സെറ്റിൽ ഡൗൺ. അയാളായ എക്സൈറ്റഡ് കണ്ടീഷൻ, അയാളൊന്ന് സെറ്റിൽ ചെയ്യണം. സെറ്റിൽ ചെയ്യാണ്ട് എന്താ, അണ്ടിൽ വി ഗിവ് നക്സ് ആസ് ആൻ ആൻറ്റിഡോട്ട്. ഒരു നക്സ് ഒമിക്കുക, ഒരു ഡോസ് ആൻറ്റിഡോട്ടായിട്ട് കൊടുത്തു കഴിയുമ്പോൾ അയാളൊന്ന് സെറ്റിൽഡാവും. സെറ്റിൽഡായി കഴിഞ്ഞ് പിന്നീട് ട്രൂ സിംറ്റംസ് കിട്ടും. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദോസ് ഓവർ ഡ്രഗ്ഡ് ബൈ ടീ, കോഫി, വൈൻ. വീഞ്ഞ്, കാപ്പി, ചായ അതൊക്കെ അമിതമായിട്ട് ഉപയോഗിച്ച് കുഴപ്പത്തിലായ കേസുകളും നെക്സ്റ്റിൽ വരും. ഓൾഡ് കോഫി ഡ്രിങ്കേഴ്സ് ബിക്കം സെൻസിറ്റീവ്, ഓവർ സെൻസിറ്റീവ് ടു നോയ്സ്, ദെയർ സിംറ്റംസ് ആർ ഫ്ലിറ്റിംഗ്, ദേ ഡു നോട്ട് ഗിവ് ദെയർ സിംറ്റംസ് വെൽ. അമിതമായ കാപ്പി കൂടി കൊണ്ട് കുഴപ്പത്തിലായ കേസുകൾ, അവരുടെ ലക്ഷണങ്ങൾ ശരിയായ രീതിയിൽ പറയില്ല, അവിടെയും നെക്സ് വരും. നമ്മൾ നേരത്തെ കാമോമില്ലത് കണ്ടു, കാപ്പി കൂടി ഉറക്കം ഇളക്കാൻ വേണ്ടി കാപ്പി കുടിക്കുന്നവർക്കുണ്ടാകുന്ന കുഴപ്പങ്ങളെ കുറിച്ച്. അപ്പോൾ കാപ്പി കൂടി രണ്ട് കൂട്ടത്തിലുണ്ടാകുന്ന രണ്ട് തരം ലക്ഷണങ്ങളാണ്. കമോമില്ല പേഷ്യൻറ്റിന് ഉണ്ടാക്കുന്ന പോലെ അവസ്ഥയല്ല നെക്സ്റ്റ് പേഷ്യൻ്റ് ഉണ്ടാക്കുന്നത്. സച്ച് പേഷ്യൻസ് വിൽ ഡു വെൽ ഫോർ എ ഫ്യൂ ഡേയ്സ് ഓൺ നെക്സ്. അപ്പോൾ നെക്സ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഏതാനും ദിവസങ്ങൾക്കകം അവരുടെ കാര്യം ശരിയാവും. സം ഓഫ് ദ സിംറ്റംസ് വിൽ ഡ്രോപ്പ് ഔട്ട് ആൻഡ് ദേ വിൽ സെറ്റിൽ ഡൗൺ. അവിടെ ചില ലക്ഷണങ്ങൾ, കപടമായ ആ പ്രശ്നങ്ങളുണ്ടായ ലക്ഷണങ്ങളൊക്കെ മാറിയിട്ട് അവർ ശരിയാവും. അപ്പോൾ നെക്സ് കൊടുത്ത് കുറച്ച് ദിവസങ്ങൾ ഒന്ന് കാത്തിരുന്ന് കഴിഞ്ഞാൽ, എൻ്റെ കേസ് ഒന്നുകൂടി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരം കേസുകളിൽ കൃത്യമായ ലക്ഷണം കിട്ടും. ദ മെൻ്റൽ സ്റ്റേറ്റ് ഈസ് വേരിഡ്, ബട്ട് ദേ ആൾ ഷോ ഓവർ സെൻസിറ്റീവ്നെസ്, ഇറിറ്റബിൾ, ടച്ചി, സെൻസിറ്റീവ് കണ്ടീഷൻസ്. മാനസിക ലക്ഷണങ്ങൾ, മാനസികാവസ്ഥ വളരെ വൈവിധ്യമുള്ളതാണ്. പക്ഷേ എല്ലാത്തിനും പൊതുവായിട്ടുള്ള എന്താ, ഓവർ സെൻസിറ്റീവ്നെസ്, ഇറിറ്റബിലിറ്റി, ടച്ചി നേച്ചർ, സെൻസിറ്റീവ് കണ്ടീഷൻസ്, ഇത് പൊതുവായിട്ടുള്ള. ദേ ആർ നെവർ കണ്ടൻറ്റഡ്, അവർക്ക് ഒരിക്കലും ഒരു തൃപ്തി വരില്ല. നെവർ സാറ്റിസ്ഫൈഡ്, ഡിസ്റ്റർബ്ഡ് ബൈ ദെയർ സറൗണ്ടിങ്സ്, പരിസരങ്ങൾ അവരെ ആകെ അസ്വസ്ഥരാക്കും. ഒരു കസേര അവിടെ കിടക്കുന്നു, പോകുന്ന വഴിയിൽ കസേര കിടക്കുന്നു, അയാൾക്ക് കുഴപ്പത്തിലാക്കും. അപ്പോൾ സറൗണ്ടിങ്സ് പോലും അയാളെ പേഷ്യൻറ്റിനെ, നെക്സ്റ്റ് പേഷ്യൻറ്റിനെ കുഴപ്പത്തിലാക്കുന്നു. ദേ ആർ ആൻഡ് ബിക്കം ഇറിറ്റബിൾ സോ ദാറ്റ് ദേ വാണ്ട് ടു ടിയർ തിങ്സ്. അങ്ങനെ വരുമ്പോൾ പറ്റും, സാധനങ്ങളൊക്കെ വലിച്ചു കീറാൻ തോന്നും. ഇഷ്ടപ്പെടാത്ത സാധനം കണ്ടു അതിനടുത്ത് വലിച്ചെറിയുക, കീറുക, മുറിക്കുക, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ.
ഇറ്റ് ഇസ് കോൾഡ് ചീത്ത പറയാൻ. ഇഷ്ടമാകാത്തൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയുക. ഇമ്പൾസസ് ആർ സ്ട്രോങ്ലി മാർക്ഡ് അറ്റ് ടൈംസ്. ആ ഒരു ഇമ്പൾസീവ്നെസ്, പെട്ടെന്ന് ഒരു വീണ്ടുവിചാരമില്ലാതെ എടുത്തു ചാടിയുള്ള സംസാരവും പ്രവൃത്തിയും. ഇമ്പൾസസ്. ദ വുമൺ ഹാസ് ഇമ്പൾസ് ടു ഡിസ്ട്രോയ് ഹെർ ഹസ്ബൻഡ് ഓർ ടു ത്രോ ഹെർ ചൈൽഡ് ഇൻ ടു ഫയർ. നോക്കൂ, ഇത്രമാത്രം ഭയാനകമാണ് ആ ഇമ്പൾസ് എന്ന്. ഒരു സ്ത്രീ ഒരു നെക്സിൻ്റെ കണ്ടീഷനിൽ ആ ഇമ്പൾസീവ് ആയിക്കഴിഞ്ഞാൽ ഭർത്താവിനെ ആക്രമിക്കാനും കുട്ടിയെടുത്ത് തീയിലെറിയാനും പോലും. സ്വന്തം കുഞ്ഞിനെ തീയിലെറിയാന്ന് വെച്ചാൽ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എത്രമാത്രം ഡിസ്റ്റർബ്ഡായി എന്നുള്ളതാണ്. അപ്പോൾ അത്തരം അവസ്ഥകളൊക്കെ ടോട്ടാലിറ്റി എഗ്രി ചെയ്യുകയാണെങ്കിൽ നക്സ് ഹി ലീവ്. ദ ഇമ്പൾസ് ഈസ് ഇൻ്റർമിങ്കിൾ വിത്ത് വയലന്റ് ടെമ്പർ, കനോട്ട് ബി കോൺട്രഡിക്റ്റഡ് ഓർ ഒപ്പോസ്ഡ്. അപ്പോൾ ഈ ഇമ്പൾസിനോടൊപ്പം ആ ഒരു വളരെ അക്രമോത്സുകമായ ഒരു മനോഭാവമുണ്ട്. അവരെ കോൺട്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്നതിന് എതിര് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദേഷ്യം കൂടും. ഇഫ് എ ചെയർ ഈസ് ഓൺ ദ വേ ഹി കിക്സ് ഇറ്റ് ഓവർ. പോകുന്ന വഴിക്ക് ഒരു കസേര കണ്ട് അതിനെ ചവിട്ടി തെറിപ്പിച്ച് കളയും. ഇഫ് വൈൽ അണ്ടർസിങ് എ പാർട്ട് ഓഫ് ഹിസ് ക്ലോത്തിങ് ഷുഡ് ക്യാച്ച് ഓൺ എ ബട്ടൺ ഹി വുഡ് പുൾ ഇറ്റ് ഓഫ് ബിക്കോസ് ഹീ സോ മാഡ് അറ്റ് ഇറ്റ്. വസ്ത്രം അഴിക്കുമ്പോൾ ഒരു ബട്ടൺ ഒരു ബട്ടണിൽ വസ്ത്രം ഒന്ന് ഉടക്കി കിടന്നു കഴിഞ്ഞാൽ അത് ശ്രദ്ധാപൂർവ്വം അഴിച്ചെടുക്കാനാണ് നോക്കുന്നത്, വലിച്ചു കീറി കളയാൻ തോന്നുന്നു. അത്രയ്ക്ക് ഇമ്പൾസീവാണ്. അക്ഷമ സ്വഭാവം. ഇവിടെ ഒരു സമാനത കണ്ട് പറയുന്നുണ്ട്, ലൈക്ക് നൈട്രിക് ആസിഡ്. അക്ഷമത കൊണ്ട് വസ്ത്രം അഴിക്കാൻ പോലും ക്ഷമയില്ലാതെ ബട്ടൺ വലിച്ചു കീറി കളയുന്ന സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ നൈട്രിക് ആസിഡുമായിട്ടുള്ളൊരു കമ്പാരിസൺ ഉണ്ട്. ആൻഡ് അൺകൺട്രോളബിൾ സ്റ്റേറ്റ് ഓഫ് ഇറിറ്റബിലിറ്റി. നിയന്ത്രിക്കാനാവാത്ത ഒരു അസ്വസ്ഥത. ഇറ്റ് ഈസ് എ വീക്ക്നെസ് ആൻഡ് ഇസ് അക്കമ്പനീഡ് ബൈ ഫിസിക്കൽ വീക്ക്നെസ്, എ ലാക്ക് ഓഫ് ബാലൻസ്. അപ്പോൾ ഇതൊരു വീക്ക്നെസ്സാണ്, ഇതൊരു ശക്തിയല്ല. പലരും ഇതിനെ ഒരു ശക്തിയായിട്ട് പലരും അതിനെ ധരിക്കും. ആ വ്യക്തി അങ്ങനെയായിരിക്കും ധരിക്കുന്നത്, പക്ഷേ അത് അയാളുടെ ദൗർബല്യമാണ്. അത്രയ്ക്ക് ഇമ്പൾസീവ് ആകുന്ന ഒരു വ്യക്തിയുടെ ദൗർബല്യമാണ്. അത് ഫിസിക്കലായിട്ടും അത് വരും. ഫിസിക്കൽ ആയിട്ടുള്ള ക്ഷീണം വരും. അത് ബാലൻസ് കിട്ടാതെ, സന്തുലനം കിട്ടാത്തൊരവസ്ഥ വരെ വരും. ഫോർ എക്സാമ്പിൾ, എ ബിസിനസ് മാൻ ഹാസ് ബീൻ അറ്റ് ഹിസ് ഡെസ്ക് അണ്ടിൽ ഹി ഈസ് ടയർഡ് ഔട്ട്. He receives many letters. He has a great many irons in the fire. He is troubled with thousands of things. His mind is constantly hurried from one thing to another until he is tortured. ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു ഉദാഹരണം പറയണം. അയാൾക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്. ബിസിനസ്സുകാരുടെ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. സാധാരണ ആളുകൾക്ക് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ അവർ നേരിടും. ഇവിടെ കത്തുകൾ പറയുന്നു, ഇപ്പോഴാണ് ഫോൺ വിളികൾ, ഇമെയിലുകൾ ഒക്കെ വരുന്നു. ഇതുമായിട്ട് ഇങ്ങനെ കിടന്ന് കെട്ടിമറിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് അങ്ങനെ തിരക്ക് പിടിച്ച് ഒരു ക്ഷമയോടെ ഓരോന്നും നോക്കുകയല്ല, എല്ലാം കണ്ട അക്ഷമതയോടെ, നക്സിൻ്റെ തനത് സ്വഭാവ ഒരു അക്ഷമതയോടെ എല്ലാമായിട്ടും കെട്ടിമറിഞ്ഞ് അവസാനം അയാളാകെ ടോർച്ചേർഡ്, അയാളാകെ പീഡിപ്പിക്കപ്പെട്ടൊരവസ്ഥയാകുന്നു. കേട്ടോ. ഹി ഹാസ് ഗ്രേറ്റ് മെനി അയേഴ്സ് ഇൻ ദ ഫയർ. ഇംഗ്ലീഷിലെ പ്രയോഗമാണ്. അതായത് പല പല കാര്യങ്ങളിൽ, പലപ്പോഴും കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും, പല പല കാര്യങ്ങൾ ഒരേ സമയം വ്യാപരിക്കും. ഓരോന്നായിട്ട് എടുത്ത് പരിഹരിക്കുകയല്ല, എല്ലാത്തിനും ഒരേ സമയം കിടന്നിടപെടും. കാര്യങ്ങളൊക്കെ കുത്തഴിഞ്ഞ രീതിയിലായി കളയും. ഇറ്റ് ഈസ് നോട്ട് സോ മച്ച് ദ ഹെവി അഫയേഴ്സ് ബട്ട് ദ ലിറ്റിൽ തിങ്സ്. വലിയ വലിയ കാര്യങ്ങളല്ല, കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കിടന്നിട്ടാണ് ഈ പ്രശ്നം. ഹി ഈസ് കമ്പൽഡ് ടു സ്റ്റിമുലേറ്റ് ഹിസ് മെമ്മറി ടു അറ്റൻഡ് ഓൾ ദ ഡീറ്റെയിൽസ്. ഹി ഗോസ് ഹോം ആൻഡ് തിങ്സ് അബൌട്ട് ഇറ്റ്. ഹി ലൈസ് awake at night. His mind is confused with the whole of business and the affairs of the day crowd upon him. ഉണ്ടോ? ഒരു ബിസിനസ്സുകാരുടെയും അതേപോലുള്ള തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്നവരൊരവസ്ഥയാണ്. എല്ലാ വിശദാംശങ്ങളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ മെമ്മറിയെ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ. സാധാരണ മെമ്മറി കൊണ്ട് പറ്റുന്നില്ല, കാരണം എല്ലാത്തിനും ഏർപ്പെടുകയാണ്. ഹി ഗോസ് ഓൺ തിങ്സ് അബൌട്ട് ഇറ്റ്. വീട്ടിൽ പോയാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റി വെക്കുകയല്ല, വീട്ടിൽ പോയാലും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്താണ്, ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നു. രാത്രി ഉറക്കമില്ല. ബിസിനസ്സിൻ്റെ ആ ഒരു കുഴമറച്ചിലുകൾ രാത്രിയും അയാളെ വേട്ടയാടുകയാണ്. കൺഫ്യൂസ്ഡ് ആവുന്നു, ആശയക്കുഴപ്പത്തിലാവുന്നു. കാര്യങ്ങളെല്ലാം ആ പകല് അയാൾ നേരിട്ട പ്രശ്നങ്ങളെല്ലാം അയാളുടെ മേലുവന്ന് അയാളെ മൂടുന്നൊരവസ്ഥ. ഫൈനലി ബ്രെയിൻ ഫാഗ് കംസ് ഓൺ. അവസാനം തലച്ചോറാകെ മരവിച്ചൊരവസ്ഥ, ബ്രെയിൻ ഫാഗ് വരുന്നു. ഈ ഒരവസ്ഥ ബിസിനസ്സുകാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും വരാം. പത്രപ്രവർത്തനത്തിൽ വല്ലാതെ മുഴുകിയ ഒരു സന്ദർഭത്തിൽ ഈ ഒരവസ്ഥ ഞാനും നേരിട്ടിട്ടുണ്ട്. ഞാനൊന്ന്
കഴിക്കാൻ ആരംഭിച്ച് ഡോക്ടർ ജൻബാബുവിൻ്റെ ഡയറക്ഷനിൽ ട്രയോ കഴിക്കാൻ തുടങ്ങിയ സമയമാണ്. ആ ഒരു സന്ദർഭത്തിൽ ഞാൻ കഴിവതും മറ്റൗഷധം കഴിക്കില്ല, കഴിവതും മറ്റൊന്നും കഴിക്കില്ല. പകല് ഒരുപാട് തിരക്കുകളുള്ള ജോലിയാണ്. ഒരു 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 പീരിയോഡിക്കലിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ട് ഇത് പ്രസ്സിലേക്ക് പോകുന്ന സമയത്ത് അസ്വസ്ഥതകൾ കൂടും. ഒരിക്കലൊരു തെറ്റുപറ്റി. അന്ന് മൊബൈൽ ഫോണോ ഇൻ്റർനെറ്റോ ഒന്നും ഇല്ലാത്തൊരു കാലമാണ്. ഇന്ന് ജോലിയെടുക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ശ്രദ്ധയോടുകൂടി 10 മടങ്ങ് കഠിനാധ്വാനം ചെയ്ത് ജോലിയെടുക്കേണ്ട അവസ്ഥയാണ്. ഒരിക്കൽ പ്രിൻ്റ് ചെയ്ത് തന്നപ്പോഴേക്കും ഒരു പേജ് നമ്പർ മാറിപ്പോയി. വായനക്കാരെ ശ്രദ്ധിക്കില്ല, പക്ഷേ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചോളം വലിയൊരു പ്രശ്നമാണ്. ആ ഒരു പ്രശ്നത്തെ തുടർന്നാണ് ഈ പറയുന്നൊരവസ്ഥ എനിക്കുണ്ടായി. രാത്രി വന്ന് കിടന്നു കഴിഞ്ഞാൽ പകല് ചെയ്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ വീണ്ടും ഇങ്ങനെ റീലോഡ് ചെയ്തുകൊണ്ടിരിക്കും മനസ്സിൽ. അതുതന്നെ എന്തെങ്കിലും തെറ്റ് പറ്റിയോ ഓരോ വരിയും വാചകവും വാക്കും ഒക്കെ ഇങ്ങനെ തലക്കെട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവസാനം ഉറക്കമില്ലാതെയായി. കഴിവതും മരുന്നുകളൊന്നും കഴിക്കാതെ നോക്കി. പിന്നെ ഞാൻ ഈ ബ്രെയിൻ ഫാഗൊക്കെ വെച്ചുകൊണ്ട് ഞാനത് കാലിഫോസ് ഒന്ന് കഴിച്ച് നോക്കി. അതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. പിന്നെ മറ്റൊന്നും നോക്കിയില്ല. ഒരു ദിവസം ഒരു രക്ഷയില്ല. പിറ്റേ ദിവസം എനിക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ പറ്റുന്നില്ലെന്നൊരവസ്ഥയായി. നക്സ് കഴിക്കാം എന്ന് തീരുമാനിച്ചു. നോക്കിയപ്പോൾ എൻ്റെ 30 ഉണ്ടായിരുന്നുള്ളൂ. 30 എടുത്തൊരു ഡോസ് കഴിച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങിപ്പോയി. പിന്നെ കുറേ കാലത്തേക്ക് ആ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ പ്രശ്നം വീണ്ടും വന്നു. അപ്പോൾ പിന്നെ നക്സ് കഴിച്ചുമില്ല, അത് ഉപകരിക്കില്ലായിരുന്നു. കാരണം ഞാനൊരു നക്സ് പേഷ്യൻ്റ് അല്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ ബിസിനസ്സുകാരെ കുറിച്ചാണ് കെൻറ്റ് പറയുന്നതെങ്കിലും അതേപോലെ പല കാര്യങ്ങളിൽ ഒരേ സമയം വ്യാപൃതരാകുന്ന മറ്റ് ജോലിക്കാരിലുമൊക്കെ വരാവുന്നതാണ്. When the details come to him, he gets angry and wants to get away, tears things up, scolds, goes home and takes it out of his family and children. അപ്പോൾ ഈ ചിന്തകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്ന് കയറുമ്പോൾ ആ ഒരു അവസ്ഥയോട് പലരും പലതരത്തിൽ പ്രതികരിക്കും. ചിലർ അത് ശാന്തതയോടെ ഓരോന്നോരോന്നായിട്ട് പരിഹരിക്കും. ചിലർക്ക് ദേഷ്യം വരും, ചിലർക്ക് സങ്കടം വരും, ചിലർക്ക് കരച്ചിൽ വരും. ഇപ്പോൾ നക്സ് പേഷ്യൻറ്റിന് ദേഷ്യം വരുന്നത്, അടി ദേഷ്യം കുടുംബത്തിലെ വീട്ടുകാരോട് കാണിക്കും. അപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളാവും. സ്ലീപ്സ് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് അവേക്ക് അറ്റ് 3 AM. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉറക്കം, പിന്നെ ഉറക്കം പോകുന്നു, ചെറിയ ഉറക്കം വരുന്നു, ഉറക്കം പോകുന്നു. വെളുപ്പിന് 3 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നു. ആൻഡ് ഹിസ് ബിസിനസ് അവേഴ്സ് ക്രൗഡ് അബൌട്ട് ഹിം സോ ദാറ്റ് ഹി കനോട്ട് സ്ലീപ്പ് അഗെയിൻ അണ്ടിൽ ലേറ്റ് ഇൻ ദ മോർണിംഗ്. ഈ 3 മണിക്ക് വെളുപ്പിന് 3 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ പിന്നെയും പകലത്തെ കാര്യങ്ങൾ അയാളുടെ തലയിലേക്ക് വരുന്നു. പിന്നെ നേരം പുലരും വരെ ഉഴന്നു കിടക്കുന്നു. പിന്നെ പ്രഭാതമായി കഴിയുമ്പോഴാണ് പിന്നെ ഉറക്കം വരുന്നത്. ലേറ്റ് ഇൻ ദ മോർണിംഗ് വെൻ ഹി ഫോൾസ് ഇൻ ടു എ ഫാറ്റിഗിങ് സ്ലീപ്പ്. നേരം വെളുത്തു കഴിയുമ്പോഴാണ് അയാളെ കളയുന്നൊരു ഉറക്കം. കളയുന്ന ഉറക്കമാണ്, സാധാരണ ഉറക്കമല്ല. ആൻഡ് വേക്സ് അപ്പ് ടയേർഡ് ആൻഡ് എക്സോസ്റ്റഡ്. പിന്നെ ഉണരുമ്പോൾ ആകെ ക്ഷീണിച്ച് ആകെ തളർന്ന അവസ്ഥ. ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ലേറ്റ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നേരം പുലർന്ന് അത് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാൻ തോന്നും. ഇതൊരുപാട് ആളുകൾ നേരിടുന്നൊരു പ്രശ്നമാണ്. എൻ്റെ കാര്യം നോക്കുമ്പോൾ ഈ ഒരു ലക്ഷണങ്ങളൊന്നും കവർ ചെയ്യുന്നില്ല. ഞാനങ്ങനെ നേരം വൈകി കിടന്നുറങ്ങുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഓവർക്രൗഡ് ചെയ്യുമ്പോൾ ദേഷ്യം വരുന്നൊരു സ്വഭാവമില്ല. അങ്ങനെ ഒരു ടോട്ടാലിറ്റി യോജിക്കുന്നതല്ല, ഒരു പാർഷ്യൽ ആയിരുന്നു. പക്ഷേ തീരെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ഞാൻ നക്സ് കഴിച്ചു. ആ ഒരു പാർഷ്യൽ സിംറ്റംസ് വെച്ച് മാത്രമേ കഴിച്ചത്. അതുകൊണ്ട് ഞാൻ പിന്നീട് കഴിക്കാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. മെലങ്കളി, സാഡ്നസ്, ബട്ട് ഓൾ ദ ടൈം ഹി ഫീൽസ് ആസ് ഇഫ് ഹി കുഡ് ഫ്ലൈ ടു പീസസ്, jerks things about, tears things up, want to force things his own way. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ദുഃഖം, മനപ്രയാസം, സങ്കടം, മുന്നിൽ കാണുന്നതൊക്കെ എടുത്ത് വലിച്ചെറിയാനുള്ള ചിന്ത, വലിച്ചു കീറാനുള്ള ചിന്ത, എല്ലാം തൻ്റെ വരുതിക്ക് ബലം പ്രയോഗിച്ച് എല്ലാത്തിനും തൻ്റെ വരുതിക്ക് കൊണ്ടുവരാനുള്ള ചിന്ത, അങ്ങനത്തെ ഒരു അവസ്ഥ. ഡ്രിവൺ ബൈ ഇമ്പൾസസ് ടു കമ്മിറ്റ് ആക്ട്സ് ദാറ്റ് വെർജ് അപ്പോൺ ഇൻസാനിറ്റി. അതായത് ഭ്രാന്തിൻ്റെ വക്കോളം എത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്രേരണ. അത്രക്ക് മോശமான അവസ്ഥ. ദ ഡിസ്ട്രക്ഷൻ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരെ ഡിസ്ട്രക്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കുന്ന, ഉപദ്രവം ഉണ്ടാക്കുന്ന തരത്തിൽ പെരുമാറുക. ഇനിയൊരു കമ്പാരിസണാണ് പറയുന്നത്. നാച്ചുറൽ സെൽഫ് ഹാസ് എ സ്ട്രോങ് ഇമ്പൾസ് ടു ഡിസ്ട്രോയ് ഹിംസെൽഫ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നാച്ചുറൽ സെൽഫ് പേഷ്യൻ്റ് തന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നത്, നക്സ് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നോക്കുന്നു. അതാണ് കമ്പാരിസൺ.
Arjun Naitriki also particularly by jumping from heights, but he avoids placing himself in such position. അർജന്റീൻ നൈട്രിക്കിൻ്റെ കാര്യത്തിൽ ഒരു ഉയരത്തിൽ നിന്നിട്ട് താഴേക്ക് ചാടാനുള്ള അങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷേ ആ ഒരു അവസ്ഥയിൽ കൊണ്ട് നിർത്താൻ, സ്വയം ഒരു ഉയർത്തിക്കൊണ്ട് നിർത്താനുള്ളൊരു സാഹചര്യത്തെ അയാൾ ഒഴിവാക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഡിസ്ട്രക്ഷൻ ഓഫ് അതേഴ്സ്, ഡിസ്ട്രക്ഷൻ ഓഫ് വൺ സെൽഫ്, അത് തന്നെ രണ്ട് തരത്തിൽ, അങ്ങനെ 3 കമ്പാരിസൺസ് വരുന്നു. ലക്സമിക്ക, നാച്ചുറൽ സെൽഫ്, അർജന്റീൻ നൈട്രിക്ക. അപ്പോൾ ഇങ്ങനെയാണ് മെറ്റീരിയൽ പഠിക്കുകയെ ഭംഗിയായിട്ട് പഠിക്കുന്നത് കമ്പാരിസൺസിലൂടെ. കെൻറ്റിൻ്റെ കാര്യത്തിൽ കെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട മഹത്വം ഞാൻ കണ്ടത് ഇത്തരം കമ്പാരിസൺസ് വളരെ ഭംഗിയായിട്ട് സാന്ദർഭികമായിട്ട് പറഞ്ഞു പോകുന്നുള്ളതാണ്. നിങ്ങൾ ഈ ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ വായിക്കുമ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ നാച്ചുറൽ സെൽഫിൻ്റെ അവിടെ എഴുതി കൊടുക്കും, അർജന്റീൻ നൈട്രിക്കത്തിൻ്റെ അവിടെ എഴുതി വെക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ഒരു ക്രോസ് റെഫറൻസിലൂടെ പഠിച്ചു പോയി കഴിഞ്ഞാൽ കൺഫ്യൂസിങ് കണ്ടീഷൻസ് വരുമ്പോൾ വളരെയധികം ഉപകരിക്കും. അപ്പോൾ നെക്സ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഈ പരമ്പര ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ച് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുമൊക്കെ ഇതിൽ പരിചയപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.